corners throughout the village. So you will raise this question from the point of view of local situation and the social impact. You will raise the questions about the environmental impact. The big highways come to Gujarat and see how the water logging is taking place on the both sides of highways. For 15 days and 1 month, the water doesn't recede because the alignment of the highway is such that the natural growth and the streams and the direction of the water in the rainy season is perpendicularly cut across. And that was not considered in the planning. People were not involved. No one raised the question. And the water in the Bharuch district, Jamshedpur Tehsil, and also nearby Baroda requires ministry sometimes to take away the cars which get submerged in the water and the houses which are submerged in the water. So this kind of situation, every city now you are seeing is getting flooded during the monsoon time. Whether it is Chennai, whether it is Indore, whether it is Mumbai. And that is also because of the wrong alignment which cut and do not provide for the water drainage. So you would ask all these questions. And the water logging then brings in malaria and what not. But these questions are to be raised. And then the economics of the whole thing. ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിർബന്ധിത ഭൂമിയേറ്റെടുക്കൽ നിയമമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മളോട് പറയുന്നത് പ്രാതിനിധ്യ ജനാധിപത്യമാണ് എന്നാണ്. പ്രാതിനിധ്യ ജനാധിപത്യം എന്നാൽ പാർലമെന്റ് മാത്രം എന്ന് തീരുമാനമെടുക്കലല്ല. നമ്മുടെ ജനപ്രതിനിധികൾ നമ്മളെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിനെതിരായി പറഞ്ഞാൽ അവരെ തിരിച്ചു വയ്ക്കാനുള്ള അവകാശം കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒന്നും നമുക്ക് ചോദ്യങ്ങൾ ഉയർത്താനാവുന്നില്ല. അതിനാണ് നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ തന്നെ ഭൂമി ഏറ്റെടുത്ത് 30 മീറ്ററിൽ റോഡ് പണിയാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടിരുന്നു. ആരാണത് 45 മീറ്റർ ആകണമെന്ന് ഒരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചത്? ആരാണത്? 25 വർഷത്തിന് ശേഷം ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകുന്നതിന് പിന്നിൽ എന്താണ്? നമുക്കറിയാം, ദില്ലി അടക്കമുള്ള എയർപോർട്ടുകൾ വൻതോതിൽ ഭൂമി ഏറ്റെടുത്ത് അവർക്ക് അമേരിക്കയിൽ അതുപോലെ പശ്ചിമ യൂറോപ്പിന്റെയും മാതൃകയിൽ വൻ വികസനം നടത്തുന്നു. എന്നിട്ട് അവരോട് ഞാൻ പറയുന്നു, അവർ നമ്മളോട് പറയുന്നു നമ്മുടെ രാജ്യം അവരുടേതുപോലെയായി എന്ന്. എന്നാൽ അതിനെതിരായി ശക്തമായ ജനകീയ സമരങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മളിവിടെ ചോദിക്കുന്നു, എത്ര വീടുകൾ പോകും? 5 മീറ്റർ കൈയിലേക്ക് ദിവസവും ഏറ്റെടുത്താൽ പോലും കേരളത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കുടിയൊഴിക്കേണ്ടി വരുമെന്നിരിക്കെ 18 മീറ്റർ ഏറ്റെടുത്താൽ 3 ലക്ഷം വീടുകൾ ചോദിക്കപ്പെടും. അവരെവിടേക്ക് പോകും എന്ന ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഇത്തരം നിരവധി ചോദ്യങ്ങൾ. ഈ റോഡുകൾ പോകുമ്പോൾ ഈ റോഡുകളിലേക്ക് എത്തുന്ന ഗ്രാമീണ റോഡുകൾക്ക് എന്ത് സംഭവിക്കും? ഇവിടെ കേരളത്തിൽ 1 കിലോമീറ്ററിൽ 5 റോഡുകൾ വെച്ച് ഹൈവേയിൽ വന്ന് ചേരുന്നുണ്ട്. ആ റോഡുകൾക്ക് എന്ത് സംഭവിക്കും ഈ റോഡുകൾ കെട്ടിയിറക്കുമ്പോൾ? അതുപോലെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ നമുക്ക് ഉന്നയിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നഗരങ്ങളിൽ വലിയ റോഡുകളും ഫ്ലൈ ഓവറുകളും വരുമ്പോൾ മിക്കവാറും എല്ലാ നഗരങ്ങളും വെള്ളത്തിൽ പോകുകയാണ്. ഇപ്പോൾ ഗുജറാത്തിലെ ഒരു ഉദാഹരണം അവർ പറഞ്ഞു. ഗുജറാത്തിലെ ഉദാഹരണത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടത് അവിടുത്തെ ഒരു നഗരം മുങ്ങിപ്പോയി അവസാനം 15-30 ദിവസം വരെ വെള്ളം പൊങ്ങി താഴേക്ക് ഇറങ്ങുന്നില്ല. അവിടെയുള്ള കാറുകൾ കൊണ്ടുപോകാൻ വേണ്ടി സൈന്യത്തിന്റെ സഹായം തേടേണ്ടി വന്നു. അത് ചെന്നൈയിലും മുംബൈയിലും അതുപോലെ ഇൻഡോറിലും ഒക്കെ ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? റോഡിന്റെ തെറ്റായ അലൈൻമെന്റുകളും റോഡിന്റെ തെറ്റായ നിർമ്മാണ രീതികൾ കോർപ്പറേറ്റുകളിൽ നിർമ്മിക്കുന്നു. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു, മലേറിയ വരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് ജനകീയ സമരങ്ങൾ. The economics, the costs and the benefits. First of all, the social cost and displacement. कितने दुकान जाएंगे, कितने घर जाएंगे, कितने गए हैं जो हाईवे बना है, इसका सोचना चाहिए कि नहीं? 50,000 crores one estimate says will be required for rehabilitation. That is 3 times the cost